പറഞ്ഞതായ കർമ്മങ്ങൾ ചെയ്ത് കുശലേ പ്രമർത്ത കിട്ടിയതായ അതിന്റെ അനുഭവങ്ങള്, അത് ഗുണായിക്കോട്ടെ ദോഷായിക്കോട്ടെ, അത് സുഖമാണ് എന്ന് വച്ച് അതിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്നതായ ഞങ്ങള് ഗുരുവായൂരപ്പ അവിടുത്തെ കാണാൻ കണ്ണില്ലാത്തതായ മന്ദഭാഗ്യന്മാരായി തീരുന്നു. ഞങ്ങളെ ഇതാ കണ്ണ് കാണാതെ കണ്ട പരസ്പരം പോരടിച്ച് നടന്നിരുന്നവരായ ഞങ്ങളെ ഇതാ ജരാസന്ധൻ പിടിച്ച തടവറകൾ അടച്ചപ്പോ ഞങ്ങളുടെ ജീവിതത്തിന്റെ ആശകൾ മുഴുവനും ഇതാ നഷ്ടപ്പെട്ടു. ബലവാനിക ജീവിതാശാം സദ്യച്ചിനത്തി. ആ ജരാസന്ധന്റെ തടവറയിൽ കിടന്ന് ഇനി ഒന്നും ഇനി മേൽപ്പെട്ടേക്ക് ഇല്ല എന്നുള്ള ഭാവത്തിൽ കരയുന്നതായ രാജാക്കന്മാരുടെ ദൈന്യ അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ദൂതൻ ഇവിടെ വന്ന് കാര്യങ്ങള് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സുധർമ്മ എന്ന സഭയിൽ വച്ച് പ്രതിപാദിച്ചത്. ഈ ദൂതന് മറുപടി പറയാൻ വേണ്ടിയിട്ട് എന്താണ്, ഈ തടവറയിൽ കിടക്കണ രാജാക്കന്മാര് തങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അവരെ രക്ഷിക്കേണ്ട ഒരു ചുമതല ക്ഷത്രിയന്മാരുടെ ധർമ്മമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പറയാൻ വേണ്ടി പുറപ്പെട്ട സമയത്താണ് നാരദ മഹർഷി അവിടെ ഭഗവാന്റെ ആ മഹത്വം എല്ലാം മനസ്സിലാക്കി ഇത് മുഴുവനും യുധിഷ്ഠിരനെ അറിയിച്ച യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരം ഈ സുധർമ്മ സഭയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നാരദ മഹർഷിയെ പൂജിച്ചിരുത്തിയിട്ട് ചോദിച്ചു, എന്താണ് ഇവിടുത്തെ ആഗമന ഉദ്ദേശം? നാരദൻ പറഞ്ഞു, ദൃഷ്ടാമയാ തേ ബഹുശോ ദുരത്യയാമായ വിഭോ വിശ്വസൃജശ്ചമായിന ഭൂതേഷു ഭൂമൻ ചരതസ്വശക്തിഃ വന്യേരിവച്ഛന്നരുചോ നമേദ്ഭുതം. ഇതുമായിട്ടെല്ലാം ബന്ധപ്പെടാതെ കണ്ട് ജീവിക്കാൻ എങ്ങനെ സാധിക്കുന്നു? കുടുംബത്തിലെ കലഹങ്ങളൊക്കെ ഉണ്ടാവും, ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്? അപ്പുറത്തുനിന്ന് ഒരു ഭാര്യ ഭർത്താവ് ഭയങ്കര ശുദ്ധിക്കാരനാണ്. ഭാര്യ പറഞ്ഞാൽ കൂട്ടാക്കാഞ്ഞാൽ ഭർത്താവ് എന്താ ചെയ്യാ? കുട്ടികളുടെ കുറെ കളിപ്പാട്ടുണ്ടാവും, ഇത് മുഴുവൻ എടുത്തേക്ക് അപ്പുറത്തേക്ക് എറിയും. അത് കഴിഞ്ഞാൽ അപ്പുറത്ത്